ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. വിശാഖം ത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ഗുരു സൂര്യ ബുധ സംയോഗമാണ്. ഉന്നത പഠനത്തിനും അതുപോലെ തന്നെ ഭാഗ്യവർദ്ധനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന ചില ജോലികളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. ഈ ഗവേഷണ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നവർ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് ചില മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. 8ാം ഭാവത്തിലാണ് ചൊവ്വ. നികുതി, ഇൻഷുറൻസ്, അതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിങ് രേഖകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ചില രഹസ്യ വിവരങ്ങളും ഒക്കെ അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അതല്ല എങ്കിൽ അത് തൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് താൻ ഉണ്ടാക്കിയതായിട്ട് ഉള്ള ആരോപണങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. 11ാം ഭാവത്തിൽ ശുക്രനാണ്. സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ധനപരമായിട്ട് നിക്ഷേപങ്ങളിൽ നിന്നൊക്കെയുള്ള ലാഭം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ചില പഴയ കുടിശ്ശികകളും മറ്റുമൊക്കെ തിരിച്ചു കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പങ്കാളിത്തത്തിൽ ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കരാറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ ഒപ്പിടുകയോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുകയോ പാടുള്ളൂ. ആരോഗ്യപരമായിട്ട് വയറ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളും ക്ഷീണവും ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സമയത്തുള്ള ഭക്ഷണക്രമവും വിശ്രമവും ഒക്കെ പ്രത്യേകം നോക്കേണ്ടതാണ്. കുടുംബത്തിൽ ഒരു ആത്മീയ അന്തരീക്ഷം സംജാതമാകും. മക്കളുടെ പഠന പുരോഗതിയും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്ത് അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കും. അത് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ സ്വയം പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക, ശിവന് അഭിഷേകം, ധാര മുതലായിട്ടുള്ളവ നടത്തുന്നതും അന്നദാനം നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ്.